മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनमथे हे चण्डमुण्डार्तिनि निःशेषीकृतरक्तबीजदनुजे नित्ये निसुम्भावहे സുംഭധ്വംസിനി സംഹരാശുദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവീമാഹാത്മ്യത്തില് സുംഭനും ദേവിയും തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധം ആണ് ഇവിടെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദേവന്മാര് ആകാശത്ത് നിന്ന് ആ യുദ്ധം വീക്ഷിച്ചു കൊണ്ടിരുന്നതായിട്ട് ദേവന്മാര് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. നചാപ്യേവം വിധം യുദ്ധം പ്രാഗാസീത് ഭവിതാ നച തതശരശതൈർദേവീ മാച്ഛാദയത സോസുരഃ. ദേവന്മാര് പറയാണ് ആകാശത്ത് നിന്നിട്ട്, നച അപി ഏവം വിധം യുദ്ധം, ഏവം വിധം യുദ്ധം ഇപ്രകാരമുള്ളതായ ഒരു യുദ്ധം, നചാപി പ്രാഗ് ആസീത് മുൻപ്, പ്രാഗ് മുൻപ്, നച ആസീത് ഉണ്ടായിട്ടേ ഇല്ല. ഇപ്രകാരമുള്ളതായിട്ടുള്ള ഘോരമായ ഒരു യുദ്ധം ഇതിനു മുൻപ് ഉണ്ടായിട്ടേ ഇല്ല. നച ആസീത് പ്രാഗ്, പ്രാഗ് മുൻപ്, നച ആസീത് ഉണ്ടായിട്ടില്ല. ഇപ്രകാരമുള്ള ഒരു യുദ്ധം മുമ്പ് ഉണ്ടായിട്ടില്ല. ഭവിതാ നച ഇനി ഭവിക്കുകയും ഇല്ല. ഭവിതാ ഭവിക്കും, നച ഭവിതാ ഭവിക്കുകയും ഇല്ല, ഇനി ഉണ്ടാവുകയും ഇല്ല. ഇനിയും ഇത്രത്തോളം വലുതായിട്ട് ഒരു യുദ്ധം ഉണ്ടാവില്ല, ഇതുവരെ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാവുകയുമില്ല എന്നാണ്. തത ശരശതൈഹി ദേവീമാച്ഛാദയത സോസുരഃ. ദേവന്മാർ ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കേ അസുരഃ സഹ അസുരഃ ആ അസുരൻ സുംഭൻ ദേവിയെ ശരശതൈഹി ആച്ഛാദയത നൂറുകണക്കിന് അസ്ത്രങ്ങളെ കൊണ്ട് മൂടി, ആച്ഛാദയത മൂടി, നൂറുകണക്കിനായി അസ്ത്രങ്ങളെ കൊണ്ട് ദേവിയെ മൂടി എന്നാണ്. സാച തൽകുപിതാ ദേവി ധനുശ്ചിച്ഛേദസായകൈഃ ഛിന്നേ ധനുഷി ദൈത്യേന്ദ്രസ്തഥാ ശക്തിം സമാദതേ. സാച ആ ദേവിയാകട്ടെ, കുപിതാ ദേവി, തൽകുപിത അതുകൊണ്ട് കുപിതയായിട്ടുള്ള ആ ദേവിയാകട്ടെ, സാച ദേവി ആ ദേവിയാകട്ടെ, ധനുശ്ചിച്ഛേദ സായകൈഃ സായകൈഃ തൻ്റെ അസ്ത്രങ്ങളെ കൊണ്ട് ധനുഹു ചിച്ഛേദ അസുരൻ്റെ ധനുസ്സിനെ ഛേദിച്ചു. അസുരൻ സായകങ്ങളെ കൊണ്ടാണല്ലോ ദേവിയെ മൂടിയത്. അപ്പം ആ സായകങ്ങൾ പ്രയോഗിക്കണമെങ്കിൽ ധനുസ് വേണം. ആ ധനുസ്സിനെ തന്നെ ദേവി മുറിച്ചു എന്നാണ്. ധനുശ്ചിച്ഛേദ ധനുസ്സിനെ ചിച്ഛേദ ഛേദിച്ചു, മുറിച്ചു. എങ്കിൽ തൻ്റെ സായകങ്ങളെ കൊണ്ട് ദേവി അസുരൻ്റെ ധനുസ്സിനെ ഛേദിച്ചു. ഛിന്നേ ധനുഷി ആ ധനുസ് അങ്ങനെ ഛിന്നമായപ്പോൾ, ഛേദിക്കപ്പെട്ടപ്പോൾ, മുറിക്കപ്പെട്ടപ്പോൾ, വില്ല് മുറിക്കപ്പെട്ടപ്പോൾ, ദൈത്യേന്ദ്ര ദൈത്യേന്ദ്രൻ തഥാ ശക്തിം സമാദതേ ശക്തിയെ സ്വീകരിച്ചു, എടുത്തു, ശക്തി കയ്യിലെടുത്തു എന്നാണ്. ശക്തി എന്ന് വെച്ചാൽ ആയുധം. ആ ശക്തി എന്നുള്ളതായിട്ടുള്ള ശൂലം എന്ന ആയുധം കയ്യിൽ ധരിച്ചു. അസുരൻ വില്ല് പോയപ്പോൾ അസുരൻ ശക്തി കയ്യിലെടുത്തു എന്നുള്ളതാണ്. ചിച്ഛേദ ദേവി ചക്രേണ താമപ്യസ്യ കരേ സ്ഥിതം തത ഖഡ്ഗമുപാദായ ശതചന്ദ്രം ചഭാസുമൽ ഭാനുമത് അഭ്യധാവതാം ദേവീം ദൈത്യാനാമധിപേശ്വരഃ. ചിച്ഛേദ ദേവി ചക്രേണ ദേവി ആ ദേവി ചക്രേണ തൻ്റെ കയ്യിലുള്ളതായ ചക്രം കൊണ്ട് താം അപി അസ്യ കരേ സ്ഥിതാം താം അപി അസ്യ കരേ സ്ഥിതാം ഇവൻ്റെ കയ്യിലുള്ളതായ അസുരൻ്റെ അസുരൻ കയ്യിലെടുത്തു എന്ന് പറഞ്ഞുല്ലോ. ആ അസുരൻ്റെ കയ്യിലുള്ളതായ തസ്യ കരേ സ്ഥിതാം ആ അവൻ്റെ കരത്തിൽ സ്ഥിതാം വർത്തിക്കുന്നതായ താം അപി ആ ശക്തിയെയും ചിച്ഛേദ മുറിച്ചു, ആ ശക്തിയെയും മുറിച്ചു എന്നാണ്. അപ്പൊ തതഹ ഖഡ്ഗമുപാദായ തതഹ അനന്തരം ഖഡ്ഗമുപാദായ ഖഡ്ഗം കയ്യിലെടുത്തു. അപ്പോൾ ശക്തി മുറിഞ്ഞു, വില്ല് മുറിഞ്ഞു, ശക്തി മുറിഞ്ഞു. അപ്പോൾ കയ്യിൽ ഖഡ്ഗമെടുത്തു, വാളെടുത്തു എന്നാണ്. തഥ ഖഡ്ഗമുപാദായ അനന്തരം ഖഡ്ഗത്തെ സ്വീകരിച്ചുകൊണ്ട് കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ളതാണ്. ശതചന്ദ്രം ച ഭാനുമത് ഭാനുമത് ശതചന്ദ്രം ശതചന്ദ്രം 100 ചന്ദ്രന്മാരുടെ അടയാളത്തോടു കൂടിയ കുത്തിയിട്ടുള്ള, അതായത്
ഈ ഖഡ്ഗത്തിനൊക്കെ വാളിനൊക്കെ ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചന്ദ്രക്കല അതിൽ കുത്തി വയ്ക്കാറുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള ശതചന്ദ്രം 100 ചന്ദ്രന്മാരുടെ കലകളോട് കൂടിയതായിട്ടുള്ള തൻ്റെ ഖഡ്ഗത്തെ എടുത്തു. ഭാനുമത്, ഭാനുവിനെ പോലെയുള്ളതായിട്ടുള്ള, സൂര്യനെ പോലെ ശോഭിക്കുന്നതായിട്ടുള്ള തൻ്റെ ഖഡ്ഗം കയ്യിലെടുത്തു. അഭ്യധാവത താം ദേവിയും, അതെടുത്തുകൊണ്ട് താം ദേവിയും അഭ്യധാവത, ആ ദേവിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു, പാഞ്ഞു ചെന്നു എന്നാണ്. ആ ഖഡ്ഗം കയ്യിലെടുത്തിട്ട് ദേവിയുടെ അടുത്ത് പാഞ്ഞെത്തി എന്നാണ്. അഭ്യധാവത, ഓടിയെത്തി. ദൈത്യാനാമധിപേശ്വര, ദൈത്യന്മാരുടെ അധിപനായിട്ടുള്ള ആ ശുംഭൻ വാള് കയ്യിലെടുത്ത് ദേവിയുടെ സമീപത്തേക്ക് പാഞ്ഞെത്തി എന്നാണ്. തസ്യ ആപതത ഏവാശു ഖഡ്ഗം ചിച്ഛേദ ചണ്ഡിക ധനുർമുക്തൈശ്ചിതൈർബാണൈഃ ചാർക്കകരാമലം. തസ്യ ആപതത ഏവ, തസ്യ ആപതതഃ ഏവ, അവൻ വരുമ്പോൾ തന്നെ, തൻ്റെ സമീപത്തേക്ക് ഓടിയെത്തി എന്നല്ലേ പറഞ്ഞത്. ആ വന്നെത്തുന്നതായ സമയത്ത് തന്നെ, ഓടിക്കൊണ്ടിരിക്കുന്നതായ തൻ്റെ സമീപത്തേക്ക് വരുമ്പോൾ തന്നെ, ആപതതഃ, ആപതിക്കുമ്പോൾ തന്നെ, തൻ്റെ സമീപത്തേക്ക് വരുന്ന അവസരത്തിൽ തന്നെ ഖഡ്ഗം ചിച്ഛേദ ചണ്ഡിക, ആ ഖഡ്ഗത്തെ ചണ്ഡിക ഛേദിച്ചു. ആ ഖഡ്ഗവും മുറിച്ചു എന്നുള്ളതാണ്. തൻ്റെ അസ്ത്രങ്ങളെ കൊണ്ട് ഖഡ്ഗവും മുറിച്ചു. ധനുർമുക്തൈഹി ശിതൈഹി ബാണൈഹി, എങ്ങനെയാണ്? ശിതൈഹി ബാണൈഹി, മൂർച്ചയുള്ള ബാണങ്ങളെ കൊണ്ട്, ശിതൈഹി മൂർച്ചയുള്ളതായിട്ടുള്ള ബാണൈഹി ബാണങ്ങളെ കൊണ്ട്, ധനുർമുക്തൈഹി തൻ്റെ ധനുസ്സിൽ നിന്ന് മുക്തങ്ങളായ, തൻ്റെ വില്ലിൽ നിന്ന് മുക്തങ്ങളായിട്ടുള്ള മൂർച്ചയുള്ള ബാണങ്ങളെ കൊണ്ട് ആ ഖഡ്ഗത്തെയും ഛേദിച്ചു. ചർമ്മച അർക്കകരാമലം, ചർമ്മച അത് മാത്രമല്ല ചർമ്മവും, പോർച്ചട്ട, ആ ചർമ്മത്തിനെയും ഛേദിച്ചു എന്നാണ്. എങ്ങനെയുള്ളതാണ് പോർച്ചട്ട? അർക്കകരാമലം, അർക്കകരത്തെ പോലെ, സൂര്യപ്രകാശം പോലെ, സൂര്യരശ്മികൾ പോലെ അമലമായിട്ടുള്ള, നിർമ്മലമായിട്ടുള്ള ആ ചർമ്മത്തെയും ഛേദിച്ചു എന്നാണ്. അശ്വാംശ്ച പാതയാമാസ രഥം സാരഥിനാ സഹ ഹതാശ്വസ്സ തദാ ദൈത്യ ഛിന്നധന്വാ വിസാരഥിഃ ജഗ്രാഹമുദ്ഗരം ഘോരം അംബികാ നിധനുദ്യതഃ. അശ്വാംശ്ച പാതയാമാസ, ദേവി ആ ശുംഭൻ്റെ അശ്വങ്ങളെയും നിലത്ത് വീഴ്ത്തി. രഥത്തിൽ ഇരുന്നിട്ടാണല്ലോ യുദ്ധം ചെയ്യണത്. ആ രഥത്തിൽ ഉള്ളതായിട്ടുള്ള അശ്വങ്ങളെയും താഴത്ത് വീഴ്ത്തി. അശ്വാംശ്ച, അശ്വാൻ ച പാതയാമാസ, വീഴ്ത്തി. രഥം സാരഥിനാ സഹ, ഇനി രഥത്തെയും, സാരഥിയോടുകൂടി രഥത്തെയും നിപതിപ്പിച്ചു. അശ്വങ്ങളെ നിപതിപ്പിച്ചു, രഥത്തോടുകൂടി സാരഥിയെയും, സാരഥിയോടുകൂടി രഥത്തെയും വീഴ്ത്തി എന്നാണ്, ഇല്ലാതാക്കി. ഹതാശ്വസ തദാ ദൈത്യ, തദാ അപ്പോൾ, സദൈത്യ ആ ദൈത്യൻ, എങ്ങനെ? ഹതാശ്വഹ അശ്വങ്ങളൊക്കെ വീണ് കൊല്ലപ്പെട്ട്, ഛിന്നധന്വാ ധനുസ് മുറിഞ്ഞു, വിസാരഥി സാരഥിയും ഇല്ലാതായി. അങ്ങനെയുള്ളതായിട്ടുള്ള ദൈത്യൻ, അതായത് അശ്വങ്ങളും പോയി, സാരഥി പോയി, രഥം പോയി, വില്ല് പോയി, അങ്ങനെ ബാക്കിയുള്ളതായിട്ടുള്ള ആയുധങ്ങളൊക്കെ പോയപ്പോൾ ആ ദൈത്യൻ ജഗ്രാഹ മുദ്ഗരം ഘോരം, ആ ഘോരമായിട്ടുള്ള ആ മുദ്ഗരത്തെ കയ്യിലെടുത്തു എന്നാണ്. മുദ്ഗരം വെച്ചാൽ മറ്റൊരു ആയുധവിശേഷം, കയ്യിൽ നിറച്ച് മുള്ളുകളോട് കൂടിയതായിട്ടുള്ള 4 ഭാഗം ഇരുമ്പ് കൊണ്ടുള്ളതായിട്ടുള്ള മുള്ളുകൾ, അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ഗദയെ പോലെയുള്ളതായിട്ടുള്ള ഒരു ആയുധം തന്നെയാണ് മുദ്ഗരം എന്ന് പറയുന്നത്. ജഗ്രാഹ മുദ്ഗരം ഘോരം, ഘോരമായ മുദ്ഗരത്തെ കയ്യിലെടുത്തുകൊണ്ട് അംബികാ നിധനോദ്യത, അംബികയെ കൊല്ലുന്നതിന് ഒരുങ്ങിക്കൊണ്ട്, നിധനത്തിൽ, അംബികയുടെ നിധനത്തിൽ, വധത്തിൽ ഉദ്യതനായിട്ട് ഒരുങ്ങിക്കൊണ്ട് ആ മുദ്ഗരവും കയ്യിൽ പിടിച്ച് ദേവിയുടെ സമീപത്തെത്തി എന്നുള്ളതാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.